പശ്ചിമ ബംഗാളിലേക്ക് പോവുകയാണ്. പശ്ചിമ ബംഗാളിലെ തോൽവിയെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാവുന്നു. മമതാ ബാനർജിക്കും അനന്തരവൻ അഭിഷേക് ബാനർജിക്കുമെതിരെ പടയൊരുക്കം നടക്കുന്നതായാണ് സൂചന. പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് ശനിയാഴ്ച തൃണമൂൽ കോൺഗ്രസ് 3 വക്താക്കളെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. TMC വക്താവ് റിജു ദത്ത മുൻകാലങ്ങളിൽ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയോടും മറ്റ് BJP നേതാക്കളോടും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, പശ്ചിമ ബംഗാളിൽ മമത നേരിട്ട ദയനീയ തോൽവി, അതിനെപ്പറ്റി നമ്മൾക്ക് ഒരുപാട് സംസാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ റിജു ദത്തയുടെ ഈ ഒരു വീഡിയോയിലുമായി ബന്ധപ്പെട്ട് സുവേന്ദു അധികാരിയോട് നടത്തിയ മാപ്പുമായി ബന്ധപ്പെട്ടും റിജു ദത്ത പറയുന്നത് TMCക്കുള്ളിൽ തന്നെ ശക്തമായ രീതിയിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ വീഡിയോകൾ ചെയ്യണമെന്നത് സംബന്ധിച്ച്. പാർട്ടി സീറ്റുകൾക്ക് വേണ്ടിയിട്ട് 5 കോടി രൂപ വരെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. മമതയ്ക്കെതിരെ പാളയത്തിൽ പട നടക്കുകയാണ്. അതെ ഹരി, അസാധാരണമായ പ്രതിസന്ധികളാണ് മമതാ ബാനർജി നേരിടുന്നത്. ഒരേ സമയം തെരഞ്ഞെടുപ്പ് തോൽവിയും അതിന് പിന്നാലെ BJPക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെ നടക്കുന്ന നിയമപരമായും രാഷ്ട്രീയപരമായുള്ള പോരിന് തയ്യാറെടുക്കുന്ന മമത. ഇതിനിടയിലാണ് സ്വന്തം ക്യാമ്പിൽ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്നത്. 2 പ്രതിസന്ധികളാണ് ഇക്കാര്യത്തിൽ മമതയ്ക്കെതിരെ ഇപ്പോൾ ഈ നീക്കങ്ങൾക്ക് കാരണമാവുന്നത്. ഒന്ന്, നേരത്തെ തന്നെ മമതാ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ അത് തെരഞ്ഞെടുപ്പ് തോൽവിയോടെ പുതിയ തലത്തിലേക്ക് എത്തുന്നു, പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നു എന്നതാണ് സാഹചര്യം. റിജു ദത്ത അടക്കമുള്ളവരുടെ ഈ നീക്കം അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ BJP അല്ലെങ്കിൽ BJPക്കെതിരെ എടുത്ത നിലപാടുകൾക്ക് പിന്നിൽ ഏറെക്കുറെ ക്ഷമ പറയുന്ന നിലപാടെടുത്തുകൊണ്ടാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് പാർട്ടി വക്താവ് കൂടിയായ റിജു ദത്ത. ഇതിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മുൻകാലങ്ങളിലും സമാനമായ നിലപാടുകൾ എടുക്കാൻ തങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന കാര്യം കൂടിയാണ് ഇവർ പറയുന്നത്. മറ്റൊന്ന്, അഭിഷേക് ബാനർജിയെ മമതാ ബാനർജി അനാവശ്യമായി പ്രൊമോട്ട് ചെയ്യുന്നു എന്ന ആക്ഷേപം. പാർട്ടിയിലെ പല സീനിയർ നേതാക്കൾക്കും പാർട്ടി മമതാ ബാനർജിയുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇക്കാര്യത്തിൽ മമതാ ബാനർജി പുലർത്തുന്ന നിലപാട് ഇതാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് വരുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല. മമതാ ബാനർജി എന്തായാലും ഈ പാർട്ടിയിലെ ഈ നീക്കങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരായ സമരങ്ങൾക്ക് പാർട്ടിയെ സംഘടിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഈ തരത്തിലുള്ള ഒരു ഗുരുതരമായ പ്രതിസന്ധി അവർക്കുണ്ടാകുന്നതെന്നാണ് സാഹചര്യം. മറ്റൊരു കാര്യം കൂടിയുള്ളത്, BJPയെ സംബന്ധിച്ച് പശ്ചിമബംഗാളിലേക്കുള്ള കടന്നുകയറ്റം അത് അവർ എല്ലാ തരത്തിലും പുതിയ സാധ്യതയായി മാറ്റുക കൂടിയാണ്. പ്രത്യേകിച്ച് മമതാ ബാനർജിയുമായി ഒപ്പം നിൽക്കുന്ന പലരെയും അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. കൂട്ടത്തോടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിരിക്കുന്ന പ്രവർത്തകരെ അടക്കം BJPയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അത് BJP ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ പലപ്പോഴും അവിടെ ഭരണം മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് കൂട്ടത്തോടെ ആളുകൾ മാറുന്നത് പതിവാണ്. CPMലും മറ്റും നമ്മൾ കണ്ടതാണ്. CPM മറ്റും ഉണ്ടായ നഷ്ടം നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായ ഒരു സാഹചര്യം തൃണമൂൽ കോൺഗ്രസ് നേരിടുകയാണ്. 2 തരത്തിലുള്ള വെല്ലുവിളി മമതാ ബാനർജി നേരിടുന്നു. ഒന്ന്, സംഘടനാപരമായി അവർക്ക് ഉണ്ടാകുന്ന നഷ്ടം തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന്. 2, സ്വന്തം ചേരിയിൽ തന്നെ ഉണ്ടാകുന്ന നീക്കങ്ങൾ. ഇതുവരെ മമതാ ബാനർജിക്ക് എതിർശബ്ദം ഉണ്ടായിരുന്നില്ല. പക്ഷേ അഭിഷേക് ബാനർജിയുമായി ബന്ധപ്പെട്ടും പാർട്ടിയിലെ മറ്റ് സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമായി ഉണ്ടാകുന്ന പ്രതിസന്ധികളെ എങ്ങനെ ഇനി മമതാ ബാനർജി തരണം ചെയ്യുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ മറ്റൊരു നീക്കം കൂടി ആരംഭിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പുതിയ BJP സർക്കാർ വരികയാണ്. അവിടെ കാലിക്കടത്ത് നിരോധനം അടക്കമുള്ള പുതിയ നീക്കങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് സർക്കാരിൻ്റെ നിലപാടുകൾക്കും നീക്കങ്ങൾക്കും വിരുദ്ധമായിക്കൊണ്ടുള്ള പുതിയ നീക്കങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൂരവ്യാപകമായി ബംഗാൾ രാഷ്ട്രീയത്തിൽ പ്രത്യാഘാതമുണ്ടാക്കുന്ന ചില നീക്കങ്ങൾ കൂടിയാണ് BJP തുടക്കമിട്ടിരിക്കുന്നത്. അങ്ങനെയൊരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. എന്തായാലും വിവാദം, ഭിന്നത, പൊട്ടിത്തെറി, ഇതാണ് നിലവിൽ പശ്ചിമ ബംഗാളിലെ സാഹചര്യം. മമത ഒന്നും മിണ്ടുന്നില്ല. മമതയുടെ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.